അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, പോ മായിസ്. അല്ലാഹുവിന്റെ പ്രവാചകന് മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുകയാ. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല. രണ്ടാമതും എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ. സഹാബത്തുമായി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, കള്ളു കുടിച്ചിട്ടില്ല. മൂന്നാമതായിട്ടും മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുന്നു നബിയേ. എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധിയെന്ന് എനിക്കറിയാ. എങ്കിലും എനിക്ക് കുഴപ്പമില്ല നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ, ഇവരോട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടാൽ, ഈ സഹാബത്തിന്റെ മുന്നിൽ മുഴുവനും ഞാൻ നാണം കെട്ടാലും എനിക്ക് കുഴപ്പമില്ല നബിയേ. അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഒരു വ്യഭിചാരിയെ പോലെ കടന്നു പോകാ, ഒരു വൃത്തികെട്ടവനെ പോലെ കടന്നു പോകാ. കോടാലി കൂടി ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ നിൽക്കാൻ എനിക്ക് വയ്യ നബിയേ. അങ്ങല്ലേ പറഞ്ഞത്, അങ്ങല്ലേ പറഞ്ഞത്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന്. അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകർ മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, സഹാബാ, എറിഞ്ഞു കൊല്ലു സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. സഹാബത്ത് വലിയ വലിയ കല്ലെടുത്തിട്ട് എറിയുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു ഏറുകൊണ്ടിട്ട് പടച്ചവരെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ ശരീരം വേദനിച്ചപ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹു മരണവെപ്രാളത്തിൽ ഓടുകയാണ്. സഹാബത്ത് പുറകെ ഓടി, പടച്ചവനെ ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞു. സഹാബത്ത് മടങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു സമാധാനമായി. പടച്ചവരെ, അല്പസമയം കഴിഞ്ഞപ്പോ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് നടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറിയാതെ ഓടിപ്പോയി നബിയേ. ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയി നബിയേ. അതുകൊണ്ട് സ്വഹാബത്തിനോടൊരു കുഴി കുത്താൻ പറ. ഒരു കുഴി കുടിച്ചിട്ട് എന്നെ അതിനകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്റെ കയ്യും കാലും കെട്ടികെട്ടി എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എനിക്കോടാറ് കഴിയില്ലല്ലോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അവസാനമായി റളിയല്ലാഹു തആല അൻഹുവിനെ കുഴിക്കകത്ത് നിർത്തിയിട്ട് സ്വഹാബത്ത് മുഴുവനും കല്ല് പറക്കി എറിഞ്ഞു കൊല്ലുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഒരിക്കൽ ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോ ഒരു സഹാബി പറഞ്ഞു, ഇവൻ നഷ്ടപാളിയാണ്, ഇവൻ നഷ്ടപാളിയാണ്, ഇവന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസ് പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കിടന്ന് സുഖിക്കുകയാ. എന്തിനാണ് പറഞ്ഞതെന്നറിയോ ചെറുപ്പക്കാരാ? മോനെ, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താല്, ഇവിടെ വെച്ച് കരഞ്ഞു ദുആ ചെയ്താ പടച്ചവൻ നാളെ പരലോകത്ത് വെച്ച് നിന്നെ പിടിച്ചു നിർത്തൂലടാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ച റബ്ബ് നീതിമാനാണ്.
ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല. എന്റെ പ്രിയമുള്ളവരെ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്ന വാർത്ത ഇങ്ങനെ നാട് മുഴുവനും പരക്കുകയാണ്. ആ സമയത്ത് വ്യഭിചരിച്ച പെണ്ണുണ്ടല്ലോ, മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ശാരീരികമായി ബന്ധപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ചെവിയിലെത്തുകയാ. സമാധാനമില്ല, സമാധാനമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയേ, മായിസിന്റെ കൂടെ വ്യഭിചരിച്ച പെണ്ണാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല. പോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് പറഞ്ഞു, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ, എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിലും നീ പ്രസവിച്ചിട്ട് വാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ പ്രസവം കഴിഞ്ഞു വാ. ആ പെണ്ണ് വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. പടച്ചവനെ പ്രസവിക്കുകയാണ്. അല്ലാഹുവേ, പ്രസവം കഴിഞ്ഞ ഉടനെ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നബിയേ, എന്റെ പ്രസവം കഴിഞ്ഞു നബിയേ, എനിക്കുള്ള ശിക്ഷതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കുഞ്ഞിന് 2 മാസം 2 വർഷം പാല് കൊടുത്തിട്ട് വാ. ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് വരെ പാല് കൊടുക്കണമല്ലോ. എന്നിട്ട് വരാൻ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പറഞ്ഞു വിടുകയാ. കാരണം കുഞ്ഞിന്റെ മനസ്സ് കണ്ട, കുഞ്ഞിന്റെ മുഖം കണ്ട മനസ്സ് മാറുമല്ലോ. പക്ഷേ ഈ പെണ്ണ് ചോരക്കുഞ്ഞുമായി കടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ പ്രായമായപ്പോ ആ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നബിയേ, എനിക്കുള്ള ശിക്ഷതാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ്? നാളെ പടച്ചുറപ്പിന്റെ മുന്നിൽ തെറ്റുകാരായി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദുർബാറിലേക്ക് ഇരു കടങ്ങൾ ഉയർത്തിയിട്ട് ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്താ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ചുറപ്പ് പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. എത്ര വലിയ കൊടുമ്പാപം ചെയ്താൽ, കള്ളു കുടിച്ചാല്, പെണ്ണ് പിടിച്ചാല്, പരിശു തിന്നാലും, വൃത്തികേടുകൾ കാണിച്ചാല്, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്താ അല്ലാഹു പുറത്തു തരാമെന്ന് പടച്ചുറപ്പ് തന്നെയാ പറഞ്ഞത്. നീ ചോദിക്കാൻ മടിക്കേണ്ട, നീ ചോദിക്കാൻ മടിക്കേണ്ട. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവാണ് പറഞ്ഞത് നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവര് കള്ളു കുടിച്ചവരാണെങ്കിലും, അവര് വ്യഭിചരിച്ചവരാണെങ്കിലും, അവര് പലിശ തിന്നവരാണെങ്കിലും, അവർ വൃത്തികേടുകൾ ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് ചോദിക്കാ പറ നബിയേ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹുവാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബാ ഹുറൈറ ഇത്തഖിൽ മഹാരിമ, ഹറാമിനെ സൂക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഹറാമുകളെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വ്യഭിചാരം, വലാ തഖ്റബു സിന, വ്യഭിചാരത്തിനോട് അടുക്കരുത്. വളരെ മോശമായ കാര്യമാണ്. കണ്ണുകൊണ്ട് കാണൽ, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ സാരല്ല. അന്യ പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരിലാ 40 കൊല്ലം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ കാഫിറായി ചത്തുപോയത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ.
40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യൻ കള്ളു കുടിച്ചിട്ടല്ല കാഫിറായി മരിച്ചുപോയത്, പെണ്ണുങ്ങളുടെ ശരീരം കണ്ടതിന്റെ പേരില്ല. അള്ളാഹു നമുക്ക് ആക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ട് കാണൽ ഹറാമ, ചെവി കൊണ്ട് കേക്കൽ ഹറാമ, നാവ് കൊണ്ട് പറയൽ ഹറാമ, കൈകൊണ്ട് പിടിക്കുക. ഒരു പെണ്ണിനെ ബസ്സിൽ കയറുമ്പോ തോണ്ടാൻ, ആളെ ട്രെയിനിൽ കയറുമ്പോ തോണ്ടാൻ, കല്യാണം വീട്ടിൽ പോയി തോണ്ടാൻ, അങ്ങനെ നരമ്പ് രോഗികൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനെക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.